നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 1 PM ന്യൂസിലേക്ക് വിശദമായി. മുണ്ടക്കൈ ചുരുളമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ ഒപ്പം നടന്ന CPIM ജില്ലാ സെക്രട്ടറിയോട് നീരസം പ്രകടിപ്പിച്ച മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം. മമ്മൂട്ടിയുടെ പരാമർശത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുകയാണ്. വിവാദം തള്ളി മന്ത്രി P. രാജീവ്. തിരക്കിനിടയിലും ടൗൺഷിപ്പ് കാണാൻ മമ്മൂട്ടി എത്തിയതാണ് പ്രധാനമെന്ന് മന്ത്രി പ്രതികരിച്ചു. ഇന്നലെയാണ് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശിക്കാനായി മമ്മൂട്ടി എത്തിയത്. അതിനു മുൻപ് സ്ഥലം സന്ദർശിച്ച CPIM ജനറൽ സെക്രട്ടറി MA ബേബി മടങ്ങിപ്പോയതിനു തൊട്ടു പിന്നാലെയായിരുന്നു മമ്മൂട്ടിയുടെ സന്ദർശനം. ആളു കൂടിയപ്പോൾ നിയന്ത്രിക്കാനായി CPIM ജില്ലാ സെക്രട്ടറി K. റഫീഖ് ശ്രമിച്ചു. പിന്നാലെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. സ്വകാര്യ സന്ദർശനത്തിൽ രാഷ്ട്രീയ നിറം കലർത്തേണ്ട എന്ന നിലപാടിന്റെ പുറത്തായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. വീഡിയോ വൈറലായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും വിയോജിച്ചും ചർച്ച ഉയർന്നു. ഇടതു സഹയാത്രികനായ മമ്മൂട്ടി ജില്ലാ സെക്രട്ടറിയോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നുവെന്നാണ് വിമർശനം. സൈബർ ആക്രമണം തള്ളി മന്ത്രി P. രാജീവ് രംഗത്തെത്തി. ഇതിനൊന്നും ചില ആളുകൾ എന്തെങ്കിലും പ്രതികരണം നടത്തി, അതൊന്നും അല്ലല്ലോ ഇവിടെ നാം കാണേണ്ടത്. എന്താ അദ്ദേഹത്തെ പോലൊരാൾ നടത്തി ഇതിന്റെ മികവ്, അത് ഈ പദ്ധതി അംഗീകരിക്കൽ ലോകത്തിന് മുൻപിൽ അദ്ദേഹം അവിടെ പോയതോടുകൂടി കുറെ കൂടി വിസിബിലിറ്റി ആ പദ്ധതിക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ തോന്നിയതിന് മമ്മൂട്ടിയെ പോലുള്ള മഹാനടനോട് കേരളം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ടൗൺഷിപ്പ് സന്ദർശനം കഴിഞ്ഞ് കാറിൽ കയറിയപ്പോൾ മമ്മൂട്ടി K. റഫീഖിനെ ഫോണിൽ വിളിച്ചെന്നാണ് നടനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ വിളിച്ചിട്ടില്ലെന്നാണ് K. റഫീഖിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. രാത്രി 7 മണിക്ക് അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അഹമ്മദാബാദിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. T20 ലോകകപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ടീമും തുടർച്ചയായി ചാമ്പ്യന്മാരായിട്ടില്ല. ഒരു ടീമും സ്വന്തം നാട്ടിൽ കപ്പടിച്ചിട്ടുമില്ല. തുടർച്ചയായി കിരീടം നേടിയവരായിട്ടും ആരുമില്ല. ചരിത്രത്തിന്റെ പടവുകൾ താണ്ടാൻ ടീം ഇന്ത്യ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നിറങ്ങും. ഫൈനലിലും സഞ്ജു ഷോ പ്രതീക്ഷിക്കുകയാണ് ആരാധകർ. കൊൽക്കത്തയിലും വാങ്കഡയിലും തകർത്തടിച്ച കളിയിലെ താരമായ സഞ്ജു ഫൈനലിലും മിന്നിക്കുമെന്ന് കരുതാം. 2 ഒന്നാം നമ്പറുകാരുടെ ഫോം ഔട്ടാണ് ടീം ഇന്ത്യക്ക് തലവേദനയായുള്ളത്. ബാറ്റർമാരിലെ 1ാം റാങ്കുകാരനായ അഭിഷേക് ശർമ്മയും ബൗളേഴ്സിലെ 1ാം റാങ്കുകാരനായ വരുൺ ചക്രവർത്തിയുടെയും. പക്ഷേ ഫൈനൽ 11-ൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നൽകുന്നത്. കന്നിക്കപ്പിൽ കണ്ണുവെച്ചാണ് കിവീസിന്റെ വരവ്. ഫിന്നലിനും സേഫേർട്ടും നൽകുന്ന ഉജ്ജ്വല തുടക്കമാണ് ടീമിന്റെ കരുത്ത്. 2020 ലോകകപ്പിൽ 3-ൽ 3 മത്സരങ്ങളും ഇന്ത്യക്കെതിരെ ജയിച്ചെന്നതും കിവീസിന്റെ ആത്മവിശ്വാസം കൂട്ടും. അഹമ്മദാബാദിൽ നിന്ന് വരുണിനൊപ്പം അനിൽ വാസുദേവ്, 24. T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ കലാശപ്പോര് നടക്കുന്ന അഹമ്മദാബാദിൽ നിന്നിപ്പോൾ അനിൽ വാസുദേവ് തത്സമയം ചേരുന്നുണ്ട്. അനിൽ, കലാശപ്പോരിനി മണിക്കൂറുകൾ മാത്രം, എന്തൊക്കെ വിവരങ്ങൾ? ഉന്മേഷ, അത് പറഞ്ഞതുപോലെ തന്നെയാണ് കലാശപ്പോരിന് ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലിന് ഇനി മണിക്കൂറുകളുടെ മാത്രം അകലം. 7 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്. ഇതിനോടകം തന്നെ സ്റ്റേഡിയത്തിലേക്ക് ആരാധകരുടെ വലിയ ഒഴുക്ക് നമുക്ക് കാണാം. 1,32,000 സീറ്റുകളുള്ള ഈ സ്റ്റേഡിയത്തിൽ ഇന്ന് നിറഞ്ഞ് കവിയുന്ന തരത്തിൽ തന്നെ ആരാധകരുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ധാരാളം പേർ, കുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ അടക്കം കാണാം. ഒരു രസകരമായ കാഴ്ചയിലേക്കാണ്. ഒരു കൊച്ചുകുട്ടിയെ ആ ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായവരടക്കം ഇന്ത്യയുടെ ഈ വലിയ ആവേശത്തിലേക്ക് അലിഞ്ഞു ചേരാൻ, ഇന്ത്യക്ക് പിന്തുണയേകാൻ സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ നിറഞ്ഞു കവിഞ്ഞ കാഴ്ച തന്നെയാണ് അഹമ്മദാബാദിലെ ഈ സ്റ്റേഡിയത്തിൽ കാണുന്നത്. ഒപ്പം കുറച്ച് മലയാളി ആരാധകർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ? എവിടെ നാട്ടിൽ നിന്ന് എവിടെയാ? ഞാൻ കാഞ്ഞിരപ്പള്ളി. ഓക്കെ, നിങ്ങളോ? ഞാൻ വയനാട് കൽപ്പറ്റ. പിന്നെ ഞാൻ കോഴിക്കോട്. അതായത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരു പരിച്ഛേദം തന്നെയാണ്. ഈ സുഹൃത്തും കൂടി ഉണ്ട്. എവിടെയാ? തിരുവനന്തപുരം. അതെ, അപ്പോൾ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെ നമ്മുടെ മലയാളികളൊക്കെ തന്നെയുണ്ട്. ഒറ്റ ലക്ഷ്യം, ടീം ഇന്ത്യയെ പിന്തുണയ്ക്കുക, ഒപ്പം തന്നെ സഞ്ജു സാംസനെ പിന്തുണയ്ക്കുക എന്ന് തന്നെയാണ് വലിയ കാര്യം. സഞ്ജു കഴിഞ്ഞ 2 കളിയിലും തകർത്തടിച്ചു. ഫൈനലിലും അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നു ഉണ്ടെന്ന് പറയരുത്. കഴിഞ്ഞ 4 കളിയിലും സഞ്ജു തകർത്തടിച്ചു.
സഞ്ജു ഇനിയുള്ള കളിയിലും അടിക്കും. എന്താ പ്രതീക്ഷ ചേട്ടാ? മൂന്നാമത്തെ കളിയിലും സഞ്ജു തീർച്ചയായും സെഞ്ചുറി നേടും. ഒരുപാട് പക്ഷേ ഈ സ്റ്റേഡിയത്തെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. അതായത് മുമ്പ് നമ്മൾ ഫൈനൽ തോറ്റിട്ടുണ്ട്, സൂപ്പർ 8 തോറ്റു. ചെറിയ ആശങ്കയുണ്ടോ? അത് മാത്രം 2-3 ഒക്കുന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ആ പരിഹാരം അതൊന്ന് പരിഹരിച്ച് തരാം. കിവീസ് കരുത്തരാണോ? അതെ കരുത്തരാണ്. പക്ഷേ നമ്മൾ അതിനേക്കാളും കരുത്തരാണ്. പിന്നെ 2 തവണ തോറ്റ സമയത്തും സഞ്ജു ടീമിലില്ലായിരുന്നു ഇവിടെ തോറ്റപ്പോൾ. പക്ഷേ ഇത്തവണ സഞ്ജു ഉള്ളതുകൊണ്ട് നമ്മൾ ജയിക്കും. ഉന്മേഷ്, അതാണ് കഴിഞ്ഞ തവണയൊക്കെ തന്നെ തോറ്റപ്പോൾ ടീമിൽ സഞ്ജു ഇല്ലായിരുന്നു. പക്ഷേ സഞ്ജു വരുന്നതോടുകൂടി കളി മാറും, കളി കളറാകും എന്ന് തന്നെയാണ് വലിയ ആഘോഷം. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഒരു രസകരമായ വേഷം, ഒരു കൊച്ചുകുഞ്ഞ്, 1 വയസ്സിൽ മാത്രം താഴെയുള്ള ഒരു കൊച്ചുകുട്ടി കൃഷ്ണവേഷം വഴിയൊക്കെ തന്നെ എത്തിയതാണെന്ന് മനസ്സിലാക്കാം. ആ കുട്ടിയല്ല, അതൊരു വാവയാണ്. ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ കുട്ടിയാണെന്നാണ് കരുതിയത്. അങ്ങനെ ഇവരുടെ ആഘോഷങ്ങളൊക്കെ തന്നെ അതുപോലെ ഒരു കളറാണ്, വലിയ ആഘോഷമാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഗംഭീരമായി വലിയ രീതിയിൽ ആഘോഷിക്കാൻ തന്നെയാണ് ഗുജറാത്തുകാർ, ഇല്ലെങ്കിൽ ഇന്ത്യക്കാർ ഒന്നടങ്കം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചെത്തുന്നത്. വമ്പൻ കാഴ്ച തന്നെയാണ് സ്റ്റേഡിയത്തിൽ ഉള്ളത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3:30-ക്കാണ് ആരാധകരെ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റിവിട്ട് തുടങ്ങുക. അവിടെ നിന്ന് മുതൽ സ്റ്റേഡിയത്തിലേക്കുള്ള ഈ എൻട്രൻസിലെ കാഴ്ച അത് മുമ്പൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഒരു നീലക്കടൽ ഇളകി വരുന്നത് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് സഞ്ജുവിന് വേണ്ടി കൈയടിക്കേണ്ടത് എക്സ്ട്രാ എനർജി നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട്. കാരണം സഞ്ജു കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഉഗ്രൻ പ്രകടനം, അത് ഇത്തവണയും ആവർത്തിക്കും. കഴിഞ്ഞ തവണ ലോകകപ്പ് നേടുമ്പോൾ ടീമിൽ സഞ്ജു ഉണ്ടായിരുന്നു, സ്ക്വാഡിൽ സഞ്ജു ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിന് പ്ലേയിങ് 11-ൽ അവസരം കിട്ടിയില്ല. പക്ഷേ സഞ്ജു ഇത്തവണ പ്ലേയിങ് 11-ൽ ഉണ്ടാകും, ഓപ്പണറായി ഉണ്ടാകും. സഞ്ജു തുടക്കം മുതൽ തകർത്തടിക്കും. ചേസിംഗ് എങ്കിൽ ടീമിന്റെ വിജയത്തിൽ കരകയറ്റുന്ന, വിജയത്തിന്റെ കര പിടിക്കുന്നത് വരെ സഞ്ജു ഉണ്ടാവും. അല്ലെങ്കിൽ ഓപ്പണിംഗ് എങ്കിൽ, ആദ്യം ബാറ്റിംഗ് എങ്കിൽ സഞ്ജു മികച്ച തുടക്കം തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജുവിനെ കാത്തിരുത്ത് ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദ മാച്ചായ സഞ്ജു ഈ മത്സരത്തിൽ കൂടി തിളങ്ങുകയാണെങ്കിൽ, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഈ മത്സരം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ സഞ്ജുവാണ് ടൂർണമെന്റിലെ താരമാകാനുള്ള വലിയ സാധ്യത നിൽക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ ഒന്നടക്കമുള്ള സഞ്ജു ആരാധകരുമുള്ളത്. ഉന്മേഷ്, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് അഹമ്മദാബാദിൽ. പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തീരുമാനമായെന്ന സൂചന നൽകി ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അംഗങ്ങൾ. പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. അതേസമയം അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന ഇറാൻ ചീഫ് ജസ്റ്റിസും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും തള്ളി. US സൈനികർ ഇറാൻ സൈന്യത്തിന്റെ പിടിയിലുണ്ടെന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനിയുടെ വാദം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നിഷേധിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ വൻ തീപിടുത്തമുണ്ടായി. ടെഹ്റാനിലെ 3 എണ്ണ സംഭരണശാലകളിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ഇസ്രയേലിലെ ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി. ബെയ്റൂട്ടിലെ ഹോട്ടലിലേക്ക് ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ 4 IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർമാരെ വധിച്ചതായി ഇസ്രയേൽ സേന വ്യക്തമാക്കി. IRGCയുടെ 16 വിമാനങ്ങൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. അതിനിടെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇറാൻ ചീഫ് ജസ്റ്റിസ് മുഹ്സിനി ഇസയും IRGCയും രംഗത്തു വന്നു. ശത്രുക്കൾ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് പെസഷ്കിയാൻ പറഞ്ഞു. അതിനിടെ അമേരിക്കക്കാരെ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നവരെ വധിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെസത്ത് ഭീഷണി മുഴക്കി. അമേരിക്കൻ സൈനികർ ഇറാൻ സൈന്യത്തിന്റെ പിടിയിലുണ്ടെന്ന ഇറാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനിയുടെ പ്രസ്താവന US സെൻട്രൽ കമാൻഡ് തള്ളി. മധ്യപൂർവേഷ്യയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാനുള്ള ബ്രിട്ടന്റെ നീക്കത്തെ ട്രംപ് പരിഹസിച്ചു. വിജയിച്ച ശേഷം യുദ്ധത്തിന്റെ ഭാഗമാവുന്നവരെ ആവശ്യമില്ലെന്നായിരുന്നു പരിഹാസം. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കേണ്ട സമയം അടുത്തുവെന്ന് ഇറാൻകാരോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ ഗൾഫ് മേഖലയിൽ നിന്ന് രാജ്യത്ത് തിരിച്ചെത്തിയത് 52,000-ലധികം ഇന്ത്യക്കാർ. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ തിരികെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ചരക്കുകൾ താൽക്കാലികമായി ഇന്ത്യൻ തുറമുഖങ്ങളിൽ സൂക്ഷിക്കാൻ ഷിപ്പിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലകളിൽ നിന്ന് ഈ മാസം 1 മുതൽ 52,000-ലധികം പേർ രാജ്യത്ത് മടങ്ങിയെത്തിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാന സർവീസുകൾ ഈ മേഖലകളിൽ നിന്ന് ഉണ്ടാകും. ഗൾഫ് മേഖലയിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരും എംബസി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 36ഓളം ഇന്ത്യൻ ചരക്ക് കപ്പലുകളെ മടക്കിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകളും ഇന്ത്യ ആരംഭിച്ചു. ചരക്ക് കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ നാവികസേനയുടെ കപ്പലുകൾ വിന്യസിക്കുന്ന കാര്യം പരിഗണനയിൽ എന്നാണ്
കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ചരക്കുകൾ താൽക്കാലികമായി ഇന്ത്യൻ തുറമുഖങ്ങളിൽ സൂക്ഷിക്കണമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. ഗൾഫ് മേഖലയിൽ നിന്ന് തിരിച്ചുവരുന്ന കപ്പലുകൾക്ക് തുറമുഖങ്ങൾ സൗകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതിനിടെ കൊച്ചിയിൽ ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. നാവികസേന പട്രോളിംഗ് ശക്തമാക്കി. കൊച്ചി തുറമുഖത്ത് ഇറാന്റെ യുദ്ധക്കപ്പലിന് ഇന്ത്യ അഭയം നൽകിയതിന് പിന്നാലെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. 24 ഡൽഹി. ഗൾഫ് മേഖലയിലെ ഇറാൻ ആക്രമണത്തിൽ 3 പേർ കൂടി കൊല്ലപ്പെട്ടു. കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ ആക്രമണം രൂക്ഷമാവുകയാണ്. ബഹ്റൈനിൽ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകളുണ്ട്. കുവൈറ്റ് എയർപോർട്ട് ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായി. കുവൈത്തിൽ 2ഉം UAEയിൽ 1 മരണവുമാണ് പുതുതായി സ്ഥിരീകരിച്ചത്. ദുബായ് അൽ ബർഷയിൽ കാറിൽ സഞ്ചരിക്കവേ ഡ്രോണുകളുടെ അവശിഷ്ടം പതിച്ച് പാകിസ്ഥാൻ സ്വദേശിയായ ഡ്രൈവറാണ് കൊല്ലപ്പെട്ടത്. കുവൈത്തിൽ അതിർത്തി സുരക്ഷാ സൈനികരായ 2 പേർ കൂടി കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കി. ബഹ്റൈനിലുണ്ടായ ആക്രമണങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. കടൽ ശുചീകരണ പ്ലാന്റും തകർത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും രാവിലെ ആക്രമണമുണ്ടായി. റിയാദിലെ നയതന്ത്ര മേഖലയായ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം സൗദി പ്രതിരോധ സേന തകർത്തു. 25 ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. UAEയിലും ഖത്തറിലും നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങളെ അപലപിച്ച GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇറാൻ ഹീനമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 24 ദുബായ്. ശമ്പള പരിഷ്കരണത്തിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുമായി നഴ്സുമാരുടെ സംഘടന നടത്തിയ ചർച്ച പരാജയം. നിലവിലെ ശമ്പളത്തിൽ 5000 രൂപ കൂട്ടി നൽകാമെന്ന മാനേജ്മെന്റുകളുടെ നിലപാട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തള്ളി. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏറ്റവും പുതിയ വിവരം ഭാഗികമായി മാനേജ്മെന്റുകൾ വഴങ്ങിയിരിക്കുന്നു. നേരത്തെ ചർച്ച പരാജയമെന്ന തരത്തിലായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. പക്ഷേ ഈ KPHOA, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കല്ലാതെ മറ്റു ചർച്ചകൾക്ക് 8 ആശുപത്രികൾ നേരിട്ട് ചർച്ച നടത്തുകയായിരുന്നു. ദിവസേന 1500 മുകളിൽ ദിവസവേതനം കൂട്ടാമെന്ന് ഈ ആശുപത്രി മാനേജ്മെന്റുകൾ ഉറപ്പ് നൽകിയിരിക്കുന്നു ഈ ചർച്ചയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. തൊഴിലുവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും മറ്റ് മാനേജ്മെന്റ് ഉണ്ടാക്കിയ ധാരണ അംഗീകരിക്കാത്ത ആശുപത്രികളിൽ നാളെ മുതൽ സമരം ആരംഭിക്കുമെന്ന് UN വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങളിൽ നീക്കുപോക്കുകളുമായി ഇരുഭാഗവും രംഗത്ത് വന്നു. നാളെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് UN ഉറച്ചു നിന്നുകൂടിയാണ് ചില ആശുപത്രികൾ, 8ഓളം വരുന്ന ആശുപത്രികൾ പിന്മാറ്റം നടത്തിയത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും. തീരുമാനം വൈകുന്നതോടെ തീരുമാനം അംഗീകരിക്കാത്ത ഈ ആശുപത്രികൾക്കെതിരായി സമരം മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ UN അറിയിച്ചിട്ടുള്ള അനിതയിൽ ചർച്ചയിൽ തീരുമാനം. ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനാണ് ഇരു കൂട്ടരും തമ്മിൽ ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ചില കോർപ്പറേറ്റ് ആശുപത്രികൾ ഈ ആവശ്യത്തിന് മേൽ മുഖം തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ആശുപത്രികളിൽ സമരം തുടരുമെന്ന് UN അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വാർത്തകൾ. CPIM പ്രഖ്യാപനം വരും മുൻപേ ആലപ്പുഴയിൽ PP ചിത്തരഞ്ജനാണ് സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ച് പ്രവർത്തകർ. PP ചിത്തരഞ്ജനായി മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ ചുവരെഴുത്ത് തുടങ്ങി. സിറ്റിംഗ് MLA മാർ തന്നെ ആലപ്പുഴ ജില്ലയിലെ സീറ്റുകളിൽ മത്സരിക്കട്ടെ എന്ന പാർട്ടി തീരുമാനത്തിന് പിന്നാലെയാണ് PP ചിത്തരഞ്ജൻ പ്രചരണം ആരംഭിച്ചത്. LDF ബുക്ക് ചെയ്തിട്ട ചുവരുകളിൽ ചിത്തരഞ്ജന്റെ ചിത്രം സഹിതം ചുവരെഴുത്ത്. വികസന തുടർച്ചയ്ക്ക് സഖാവ് PP ചിത്തരഞ്ജൻ എന്ന തലക്കെട്ടിലാണ് ചുവരെഴുത്തുകൾ. തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഉൾപ്പെടുത്തി. മണ്ഡലത്തിലെ 16 ചുവരുകൾ ആദ്യ ദിവസം എഴുതി തീർക്കും. LDF പ്രചരണം ആരംഭിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം UDFൽ കീറാമുട്ടിയാണ്. 7ഓളം പ്രമുഖരാണ് സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നത്. AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ KPCC നൽകിയ പട്ടികയിലുള്ളത് 3 പേരുകളും. 24 ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി CPI സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത്. ജില്ലാ കൌൺസിലുകൾ കൈമാറിയ പട്ടികയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനമെടുക്കും. തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ നടൻ ജയരാജ് വാര്യർ തള്ളി. അല്ല, എന്നോട് അങ്ങനെ ഒരു ആവശ്യപ്പെടലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചിരുന്നു. CPIയിലെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാനതിനെ വലിയൊരു കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല, അത് പല കാരണങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള തൃശ്ശൂരിൻ്റെ മന്ത്രിയോട് പറഞ്ഞിരുന്നു എന്നെ ഇതിന്ന് ഒഴിവാക്കണം.
മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം അതല്ലെങ്കിൽ നാടക പ്രവർത്തനം ആ ഒരു കാലമുണ്ടല്ലോ 80കളിലാവാമായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിൽ വരണമെന്നൊരു മോഹം അതെനിക്കില്ല. ഞാൻ പൂർണ്ണമായും ഒരു കലാകാരനാണ്. അടൂരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃയോഗം സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ പട്ടികയിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ? ഉന്മേഷ, നിലവിൽ ഇപ്പോൾ ഏതാണ്ട് ധാരണയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതായത് 25 സീറ്റുകൾ CPM മത്സരിക്കുന്ന 25 സീറ്റുകളുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള യോഗങ്ങളാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർവാഹക സമിതി കൗൺസിൽ യോഗങ്ങളാണ് ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ 3 തവണ മത്സരിച്ച് നിലവിലുള്ള 6 പേരെ ഒഴിവാക്കാനാണ് സാധ്യത. 2 ടേം കഴിഞ്ഞ ഭൂരിപക്ഷം പേർക്കും ഇളവ് നൽകണമെന്ന ആവശ്യമാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നതും. അതേസമയം 1 ടേം മാത്രം പിന്നിട്ട തൃശ്ശൂരിലെ P ബാലചന്ദ്രൻ ജില്ലയിൽ നിന്നുള്ള ശുപാർശയിൽ ഇല്ല എന്നുള്ളതും കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ജില്ലാ നേതൃത്വവുമായി അടഞ്ഞു നിൽക്കുന്ന പട്ടാമ്പി MLA മുഹമ്മദ് മൂസന് ഉപാധികളോടെ മാത്രം ഇളവ് നൽകണമെന്ന നിർദ്ദേശമാണ് ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ഈ നേതൃയോഗങ്ങളിൽ പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തീരുമാനമായി മാറുന്നുണ്ട്. അടൂർ സീറ്റിനായി CPIയിൽ പിടിവലി നടക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന സംസ്ഥാന നേതൃത്വത്തിന് കത്ത് ലഭിച്ചു. ചിറ്റയം ഗോപകുമാർ തന്നെ ജില്ലാ സെക്രട്ടറിയായ പത്തനംതിട്ട ജില്ലാ നേതൃയോഗമാണ് കത്ത് നൽകിയത്. CPI ആലപ്പുഴ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ പേരാണ് മണ്ഡലത്തിലേക്ക് സജീവമായി പരിഗണിക്കുന്നത്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ നേതൃയോഗങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. കൂടാതെ മറ്റു ചില കാര്യങ്ങളിൽ കൂടി തീരുമാനമായിട്ടുണ്ട് തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അതേപോലെ തന്നെ നാദാപുരത്ത് P വസന്തം, P ഗവാസ് എന്നിവരാണ് പട്ടികയിലുള്ളത്. മൂവാറ്റുപുഴയിൽ N അരുൺ മത്സരിക്കുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. തൃശ്ശൂരിൽ പല പേരുകളുണ്ടെങ്കിലും അത് ഏത് പേരിലേക്ക് സംസ്ഥാന നേതൃത്വം ഉറച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ നേതൃയോഗങ്ങൾ അവസാനിക്കുന്ന മുറയ്ക്ക് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്. പൊതുയുഗയാത്ര സമാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ കോൺഗ്രസ്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രയും അംഗങ്ങളും ഇന്ന് തിരുവനന്തപുരത്തെത്തും. അതിനിടെ പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പനെതിരെ നെന്മാറയിൽ വ്യാപക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പൊതുയുഗയാത്ര അവസാനിച്ചതിന് പിന്നാലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഘടകകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കിയാലുടൻ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യമെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. സീറ്റുകൾ വിട്ടുനൽകില്ലെന്നും പരസ്പരം വെച്ചുമാറാൻ തയ്യാറാണെന്നുമാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനവും എത്രയും വേഗം പൂർത്തിയാക്കും. ഇതിനുശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. AICC നേതാവ് മധുസൂദനൻ മിശ്രയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നെത്തും. 15-20 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ് ശ്രമം. 50 സീറ്റുകളിലെ പട്ടിക സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. നെന്മാറ മണ്ഡലത്തിൽ DCC അധ്യക്ഷൻ A തങ്കപ്പൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നെന്മാറയിൽ മത്സരിക്കാൻ A തങ്കപ്പൻ വേണ്ടെന്നാണ് പോസ്റ്റർ. പയ്യന്നൂരിൽ CPM പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായാൽ എതിർക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നിലപാടെടുത്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കൺവെൻഷനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യമുയർന്നത്. 24 പാലക്കാട്, തിരുവനന്തപുരം. പൊതുയുഗയാത്ര സമാപന സമ്മേളനത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾക്കെതിരെ വിമർശനവുമായി മന്ത്രിമാരായ KN ബാലഗോപാലും P രാജീവും. പൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ കേരളം മുഖവിലേക്ക് എടുക്കില്ല എന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി നടത്തുന്നത് വ്യാജ വാഗ്ദാനങ്ങളുടെ രാഷ്ട്രീയമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതായ കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നലെ ധാരാളം അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇവർ കൊട്ടിഘോഷിച്ചതുപോലെ മോശപ്പെട്ട തരത്തിലേ അല്ല, നല്ല ഒരു മെച്ചപ്പെട്ട തരത്തിലാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെക്കാളും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഇപ്പോൾ ആശുപത്രി, അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് നമ്മളാണ്. BJPയുടെ ചട്ടുകമായി പ്രവർത്തിച്ച് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു ഏജന്റായി പലപ്പോഴും പ്രവർത്തിക്കുന്നത്. നിർണായകമായ ഘട്ടത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് ഭേദഗതി പോലെയുള്ള നിയമം വരുന്നു, കർഷക പ്രശ്നം വരുന്നു. ഇത്തരം ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയമായി രാജ്യത്തോടും ജനങ്ങളോടുമുള്ള ഉത്തരവാദിത്തത്തെ പൂർണ്ണമായി തമസ്കരിച്ച് ആഘോഷങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകുമ്പോൾ നിർണായക ഘട്ടത്തിൽ പോകുന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്ന പ്രഖ്യാപനങ്ങളെ ജനങ്ങൾ യഥാർത്ഥത്തിൽ മുഖവിലയ്ക്ക് പോലും എടുക്കില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി അവരെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ ശ്രദ്ധ തിരിച്ച് പാവങ്ങളുടെ മുമ്പിൽ പോയി ഓരോരോ കാര്യം പറഞ്ഞ് അവരുടെ വോട്ട് നേടി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കയ്യും വിട്ട് വഞ്ചിക്കാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം.
ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി കോൺഗ്രസ് മുൻ നേതാവ് എ വി ഗോപിനാഥ് ചുമതലയേറ്റു. ദേവസ്വം ഭരണസമിതിയിലെ വനിതാ അംഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ MU ഷിനിജയും സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയായിരുന്നു എ വി ഗോപിനാഥിന്റെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായുള്ള നിയമനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ധാരാളം ആളുകൾ സന്ദർശിക്കുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. അതിൻ്റെ കുറവുകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ അടുത്ത ഭരണസമിതി യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 48 വർഷത്തിനു ശേഷമാണ് ഒരു വനിത ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. വനിതാ ദിനത്തിൽ ചുമതല ഏറ്റെടുക്കാനായതിൽ സന്തോഷമെന്ന് MU ഷിനിജ പറഞ്ഞു. CPIയുടെ പ്രതിനിധിയായാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ കൂടിയായ ഷിനിജ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് എത്തുന്നത്. 24 തൃശൂർ. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫ LDF സ്ഥാനാർത്ഥിയാകും. ജില്ലാ കമ്മിറ്റി അംഗം KR ജയാനന്ദ മഞ്ചേശ്വരത്ത് മത്സരിക്കും. ഉദുമയിൽ വീണ്ടും CH കുഞ്ഞമ്പു സ്ഥാനാർത്ഥിയാകും. കോഴിക്കോട് മാനാഞ്ചിറയിൽ ചെരുപ്പ് കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന ചലഞ്ചിൽ പങ്കെടുക്കാൻ ആളുകളുടെ തിക്കും തിരക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ₹1 നോട്ടുമായി ആദ്യം വരുന്ന 200 പേർക്ക് ഷൂവും വാച്ചും ഓഫർ നൽകിയിരുന്നു. ആളുകളുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി. സംഭവത്തിൽ കടയുടമകൾ ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. 6 മണിയായി 7 മണിയൊക്കെ ആകുമ്പോൾ 5 മണിക്ക് 5 മണിക്ക് 5 മണിക്ക് എനിക്ക് ഇവിടെ കിട്ടിയൊന്ന് കണക്കിന് വേദനയുണ്ട്. നോമ്പുനൂറ്റി വരുന്ന മക്കളാണ് ഇതൊക്കെ. ആര് മറുപടി പറയൂ? ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ₹1 നോട്ടുമായി ആദ്യം വരുന്ന 100 പേർക്ക് ഷൂവും പിന്നീട് വരുന്ന 100 പേർക്ക് വാച്ചുമാണ് ട്രെൻഡ്സ് ഫാക്ടറി കട ഉടമകൾ ഓഫർ പ്രഖ്യാപിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓഫർ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. ഇത് കണ്ട് വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് മുൻപ് തന്നെ കടയ്ക്ക് മുമ്പിലെത്തി. മാനാഞ്ചിറ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. മൃഗീയമായിട്ട് എല്ലാരും തല്ലാണ് പോലീസുകാർ. എവിടെ കുറെ പോലീസുകാർ ഇപ്പൊ തടി തപ്പിണ്, എല്ലാരും തച്ചാണ്ട്. എനിക്കും കുറെ കിട്ടിയത്. ഇവന്റെ ഫോണ് വാങ്ങിച്ച് വീഡിയോ എടുത്തിന്, മൂപ്പരെ ഫോട്ടോ എടുത്തിന്. കണ്ണൂര്, കാസർഗോഡ്, തിരുവനന്തപുരം എല്ലാ സ്ഥലത്തുനിന്നും എല്ലാരും ഇവിടെ നിന്ന് എത്ര ആൾക്കാർക്ക് തല്ലിട്ടി മണ്ടിച്ചത്. കട തുറന്നതോടെ അകത്തേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച യുവാക്കളുടെ കൂട്ടം വലിയ തോതിലുള്ള തിക്കും തിരക്കുമാണ് സൃഷ്ടിച്ചത്. സ്ഥിതിഗതികൾ കൈവിട്ടുപോയതോടെ പോലീസ് സ്ഥലത്തെത്തി. ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കടയുടമകൾ ഉൾപ്പെടെ 6 പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. 24 കോഴിക്കോട്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം. നിരോധനത്തിന് പകരം പ്രായത്തിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് ആലോചന. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കുമെന്ന് സൂചന. ആന്ധ്രാപ്രദേശും കർണാടകയും കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇരു സംസ്ഥാനങ്ങളും വ്യത്യസ്ത പ്രായമാണ് നിയന്ത്രണത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെയാണ് കേന്ദ്ര സർക്കാർ ഒരു ഏകീകൃത നിയമം കൊണ്ടുവരാൻ ശ്രമം ആരംഭിച്ചത്. 3 പ്രായപരിധികൾ നിശ്ചയിച്ചാകും നിയന്ത്രണങ്ങൾ. 8 മുതൽ 12 വയസ്സുവരെയും 12 മുതൽ 16 വയസ്സുവരെയും 16 മുതൽ 18 വയസ്സുവരെയുമാണ് 3 പ്രായപരിധി. വൈകുന്നേരങ്ങളിലും രാത്രിയിലും ലോഗിൻ ചെയ്യുന്നതിന് നിയന്ത്രണമോ അല്ലെങ്കിൽ ഒരു ദിവസം നിശ്ചിത സമയം മാത്രം ഉപയോഗിക്കാനുള്ള അനുമതിയോ ആണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. കുട്ടികളെ സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നിയമം അനിവാര്യമെന്നാണ് കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.